അവിചാരിതമായ കാരണത്താൽ ആ ലൈവ് നിന്നുപോയി. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് നിന്നത്, മോശികനായ പ്രമാണത്തിൽ ഉള്ളതിനെ യേശു കർത്താവ് വിശുദ്ധീകരിക്കുമ്പോ അതിലൊന്നിനെയും നിരാകരിക്കുകയല്ല, മറിച്ച് അതിന് കൂടുതൽ അർത്ഥതലങ്ങളിലേക്ക്, അത് ആഴങ്ങളിലേക്ക്, ആന്തരികമായ മണ്ഡലങ്ങളിലേക്ക് അതിനെ വികസിപ്പിക്കുക, വിപുലീകരിക്കുക. അപ്പൊ മോശികനായ പ്രമാണത്തിൽ പരിമിതമായോ അവ്യക്തമായോ നൽകപ്പെടുന്ന സൂചനകളെ പോലും അതിന് അർത്ഥവിപുലീകരണം വരുത്തി ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോ പഴയതിൽ വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുമ്പോ പുതിയതിൽ വരുമ്പോ നോക്കുന്നത് പോലും വ്യഭിചാരമാണെന്നാ കർത്താവ് പറയും. അപ്പൊ ഒരാൾ എന്നിട്ട് പറയാണ്, യേശു കർത്താവ് വ്യഭിചാരത്തെ പാപത്തിന്റെ പട്ടികയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി ആർക്കും വ്യഭിചാരം ചെയ്യാം. അങ്ങനെ ഒരാൾ മനസ്സിലാക്കിയാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ പഴയ നിയമത്തിൽ പൗരോഹിത്യമുണ്ട്. ആ പൗരോഹിത്യത്തെ കർത്താവ് നിരാകരിക്കുന്നില്ല, മറിച്ച് ആ പൗരോഹിത്യത്തിന് കൂടുതൽ ആഴത്തിലുള്ള അർത്ഥത്തെ നൽകുക. പഴയ നിയമത്തിലെ പൗരോഹിത്യം ബലികൾ അർപ്പിക്കുന്ന പൗരോഹിത്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി ഈ ബലികളെ അർപ്പിക്കുക. എന്തിനാണ്? ജനങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിനാണ്, പാപമോചനത്തിനാണ്. ഇല്ലേ? നിങ്ങളിൽ ഒരുത്തൻ അബദ്ധവശാൽ പിഴച്ചു പോയാൽ, ഇപ്പൊ ഒരാടിനെയും കൊണ്ട് പോവുക, കാളയും കൊണ്ട് പോവുക, അപ്പൊ ഈ മൃഗത്തെ യാഗം അർപ്പിക്കുക. ഈ പഴയ നിയമ ഇസ്രായേലിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവനെ ആ പ്രാർത്ഥനയിൽ ഹെൽപ്പ് ചെയ്യുക. ഇതാണ് പുരോഹിതന്റെ ജോലി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോ യേശു കർത്താവ് എന്ത് ചെയ്യാണ്? നിങ്ങൾ ആരുടെയെങ്കിലും പാപത്തെ മോചിച്ചാൽ അത് മോചിക്കപ്പെട്ടിരിക്കും. സഭയ്ക്ക് നൽകുന്ന അധികാരം, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. അപ്പൊ ഈ സിസ്റ്റത്തെ, ഓൾഡ് ടെസ്റ്റ്മെന്റിലെ സിസ്റ്റത്തെ അഴിക്കുകയാണോ സുദൃഢമാക്കുകയാണോ കർത്താവ് ചെയ്യുന്നത്? പഴയ നിയമത്തിൽ വ്യഭിചാരം ചെയ്യരുതെന്നാ പറഞ്ഞേ, ഫിസിക്കൽ അഡൾട്ടറിയാണ്. പക്ഷെ പുതിയ നിയമത്തിൽ വന്നപ്പോൾ അതിന് ആശയ വിപുലീകരണം കൊടുക്കുകയാണ്. നോക്കുന്നത് പോലും പാപമാണ്. പഴയ നിയമത്തിൽ ഫിസിക്കലി മോഷ്ടിച്ചാലാണ് പാപമെങ്കിൽ പുതിയ നിയമത്തിൽ മോഹിച്ചാൽ തന്നെ മോഷണമാണ്. പഴയ നിയമത്തിൽ ഫിസിക്കലി ആക്ഷരികമായി ലിറ്ററലി കൊന്നെങ്കിലേ കൊലപാതകമാകുള്ളൂ. പുതിയ നിയമത്തിൽ വരുമ്പോൾ സഹോദരനെ പകയ്ക്കുന്നത് തന്നെ കൊലപാതകമാണ്. അപ്പൊ പഴയ നിയമത്തിലെ പൗരോഹിത്യത്തിന് മൃഗങ്ങളെ ബലി കഴിച്ച് പാപമോചനത്തിന് വേണ്ടി അപേക്ഷിക്കാനായിരുന്നു സാധിച്ചിരുന്നെങ്കിൽ പുതിയ നിയമ പൗരോഹിത്യത്തിന് പാപമോചനം നൽകാനുള്ള അധികാരമാണ് നൽകുന്നത്. എന്ന് പറഞ്ഞാൽ അതിനെ കൂടുതൽ ആഴത്തിലേക്ക്, അതിന് കൂടുതൽ ഗ്രാവിറ്റി കൊണ്ടുവരികയാണ്. ഇനി പഴയ നിയമം പുതിയ നിയമമായിട്ടുള്ള വ്യത്യാസം. പഴയ നിയമത്തിലെ പെസഹ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിനെ മാറ്റിക്കളയല്ല. ആ പഴയ നിയമത്തിലെ പെസഹയെ പുതിയ നിയമത്തിൽ വിശുദ്ധ കുർബാനയായി മാറുകയാണ്. അല്ല, പെസഹ ഇനി ഇല്ല, അങ്ങനെയല്ല. പെസഹയുണ്ട്. ആ പെസഹയ്ക്ക് മാറ്റം വരികയാണ്. വ്യഭിചാരം എന്ന പാപം ഇനി ഇല്ല. കാരണം കർത്താവ് പറഞ്ഞു കഴിഞ്ഞു,
പഴയ നിയമത്തിലെ വ്യഭിചാരം അല്ല. പഴയ നിയമത്തിലെ വ്യഭിചാരം ഇപ്പോഴും പാപം തന്നെയായി നിൽക്കുമ്പോൾ ആ വ്യഭിചാരം എന്ന പാപത്തിന് പുതിയൊരു അർത്ഥതലം നൽകുകയാണ്. അതുപോലെ ആണ്ടിലൊരിക്കൽ അർപ്പിക്കപ്പെട്ടിരുന്ന പെസഹ ഇന്ന് അനുദിനം അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയായി മാറുകയാണ്. ആണ്ടിലൊരിക്കൽ അർപ്പിക്കപ്പെട്ടിരുന്നത് അനുദിനം അർപ്പിക്കപ്പെടുന്നു. അപ്പോ ഇങ്ങനെയൊക്കെ ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? ബൈബിളിലുണ്ടോ? ഇന്നലെ ഒരു സഹോദരൻ നമ്മുടെ ഗ്ലോറിയസ് ദർബാറിൽ വന്നു. ഇത് പറയുമ്പോൾ ഈ ഗ്ലോറിയസ് ദർബാർ എന്താണെന്ന് കൂടെ ഞാൻ പറയാം. കഴിഞ്ഞ 14 മാസമായിട്ട് തുറന്നു വച്ചിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗ്ലോറിയസ് ദർബാർ. സൂം പ്ലാറ്റ്ഫോമിലാണ് അത് പ്രവർത്തിക്കുന്നത്. കോവിഡ് വരുന്നതിന് മുമ്പ് സൂം ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വളരെ വിരളമായ ക്രിസ്തീയ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഗ്ലോറിയസ് ഗോസ്പൽ. കാരണം കോവിഡിന് മുമ്പ് തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കാൻ നമ്മൾ സൂം പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിരുന്നു. അപ്പൊ കോവിഡ് വന്ന് ലോക്ക്ഡൌൺ ആയപ്പോൾ പല സ്ഥലങ്ങളിലായി ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് ഒരുമിച്ച് കൂടുവാൻ വേണ്ടി അന്ന് ഓപ്പൺ ചെയ്തതാണ് ഗ്ലോറിയസ് ദർബാർ. 24 അവേഴ്സും അത് തുറന്നിട്ടിരിക്കുകയാണ്. 24 അവറും അത് പ്രവർത്തിക്കുന്നു. എന്നോട് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ തമാശയായിട്ട് പറയും, പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തതല്ല, പിന്നെ അടയ്ക്കത്തില്ലല്ലോ. പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്താൽ പിന്നെ അതിങ്ങനെ തുറന്നു കിടക്കും. അതുപോലെ ഏതായാലും 24 മണിക്കൂറുണ്ട്. 7 നേരത്തെ യാമപ്രാർത്ഥനകളും അവിടെ നടക്കുന്നുണ്ട്. 7 യാമപ്രാർത്ഥനകൾ. ബാക്കിയുള്ള സമയത്ത് അവിടെ ഇരിക്കുന്നവർക്ക് എന്ത് ചർച്ചകളും ചെയ്യാം. അത് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഏത് സബ്ജക്റ്റും ചർച്ച ചെയ്യാം, പലരെയും പരിചയപ്പെടാം. അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്കും സ്വാഗതം, ആർക്ക് വേണമെങ്കിലും വരാം. അവിടെ യാതൊരു നിബന്ധനകളും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ഗ്ലോറിയസ് ഗോസ്പൽ അഡ്മിൻസിനോട് ചോദിച്ചാൽ അതിന്റെ ഐഡിയും പാസ്വേഡും കിട്ടും. നിങ്ങൾക്ക് അവിടെ വരാം. ഏത് സഭയിൽപ്പെട്ടവർക്കും വരാം. എപ്പോഴും അവിടെ തിയോളജി ഒന്നും അല്ല, സഭാ വിഷയങ്ങളല്ല ചർച്ച ചെയ്യുന്നത്, എന്ത് വിഷയങ്ങളും ചർച്ച ചെയ്യാം. ഇതൊക്കെയാണ്. പക്ഷെ ചിലപ്പോ സമയത്ത് ചില ആളുകൾ ഉപദേശം. അപ്പൊ ഇന്നലെ ഒരു സുഹൃത്ത് അവിടെ വന്നു, ഇങ്ങനെ ആർക്കും വരാവുന്നത് കൊണ്ട് ഇങ്ങനെ വന്നതാണ്. അപ്പൊ അദ്ദേഹം ചില കാര്യങ്ങൾ ചോദിച്ചിട്ട് അദ്ദേഹം ശാഠ്യം പിടിക്കുന്നത് ബൈബിളിലുണ്ടോ. അപ്പം ഞാനല്ലായിരുന്നു അവിടെ സംസാരിച്ചത്, ഞാൻ ആ സമയത്തില്ല. അപ്പൊ അവിടെ അവര് ഓരോന്ന് ചോദിച്ചിട്ട് അവിടെ ഇരിക്കുന്ന ആളുകൾ പറയുന്ന അഭിപ്രായത്തിന് ബൈബിളിലുണ്ടോ, ബൈബിളിൽ എവിടെയാണ്, ബൈബിളിൽ കാണിക്കൂ. അപ്പൊ ഈ ബൈബിളിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾ ബൈബിൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ബൈബിളിലുണ്ടോ, ബൈബിളിലുണ്ടോ എന്നുള്ള നല്ലൊരു ചോദ്യമാണ്. എന്താണ് ബൈബിൾ? ഇപ്പൊ നമ്മൾ ബോംബെയെ കുറിച്ച് പറയുകയാണ്. ബോംബെ അല്ലെ മുംബൈ എന്ന മഹാനഗരത്തെ കുറിച്ച് പറയുമ്പോൾ ഒരാള് അമേരിക്കയുടെ മാപ്പ് എടുത്ത് കാണിച്ചതാ മുംബൈ. അപ്പം ഈ മുംബൈയെ പറ്റി പറയുന്ന ആൾ എന്ത് ചെയ്യാണ്? അമേരിക്കയുടെ മാപ്പിനകത്ത് മുംബൈ തപ്പുക. ഈ രണ്ടുപേരെ നിരാശപ്പെടുത്തും. കാരണം ഈ അമേരിക്കയുടെ അല്ലെ USA യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ മാപ്പിനകത്ത് ഒരിക്കലും മുംബൈ രേഖപ്പെടുത്തിയിട്ടില്ല. മുംബൈ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാപ്പിൽ വേണം നോക്കാൻ. അപ്പം അമേരിക്കയുടെ മാപ്പിൽ മുംബൈ അന്വേഷിക്കുന്നത് പോലെയോ അല്ലെ ഇന്ത്യയുടെ മാപ്പിൽ ന്യൂയോർക്ക് സിറ്റിയെ തിരയുന്നത് പോലെയോ ഉള്ള അബദ്ധമാണ് പല കാര്യങ്ങളും ബൈബിളിലുണ്ടോ എന്ന് നോക്കുന്നു. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ബൈബിൾ എന്താണ്, ബൈബിൾ എന്തിനാണ് എഴുതപ്പെട്ടത്. ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഇപ്പൊ ഈ കാണുന്ന ഈ 39 ബുക്സ്, ഈ 39 ബുക്സ് യഹൂദന്റെ മതഗ്രന്ഥമാണ്, യഹൂദന്റെ പുസ്തകമാണ്. പിന്നീട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ ആ സഭ സൂക്ഷിച്ചിരിക്കുന്ന ഈ 27 പുസ്തകമാണ്. ഇത് വളരെ ചെറിയൊരു പുസ്തകമാണ്. ഇതിന്റെ സൈസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യം കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കുക. ഈ ഇത്രയുമാണ് ഇതിന്റെ സൈസ്. ഇതിനകത്ത് ദൈവശാസ്ത്രം അന്വേഷിക്കുന്നത് മുതലക്കുളം മൈതാനത്ത് മുതലയെ തിരയുന്നത് പോലെയാണ്. മുതലക്കുളം മൈതാനത്തെ, കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് എന്നിട്ട്
മുതലവേട്ടയ്ക്ക് കുന്തമൊക്കെ പിടിച്ച് നല്ല ലെങ്കോട്ടിയൊക്കെ വരിഞ്ഞു കെട്ടി. നിങ്ങൾ എന്താ മനസ്സിലാക്കി ഇതിനകത്ത് എന്താണുള്ളത്? ഈ ന്യൂ ടെസ്റ്റ്മെന്റ്, കണ്ടന്റ് ഓഫ് ന്യൂ ടെസ്റ്റ്മെന്റ്. ഈ ന്യൂ ടെസ്റ്റ്മെന്റിൽ ഉള്ളതെന്ന് പറഞ്ഞാല് മത്തായി ഒരു സുവിശേഷം എഴുതിയിട്ടു, മത്തായിയുടെ സുവിശേഷം, പിന്നെ മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം. ഇതെന്താ? സംഭവ വിവരണങ്ങളാണ്. യേശുക്രിസ്തുവിന്റെ ജനനവും മറ്റിത്യാദി ചില സംഗതികളും, എന്നിട്ട് മുഴുവൻ എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ലഘു ചരിത്ര വിവരണം, ലഘു ജീവചരിത്രം, ചില സംഭവങ്ങളൊക്കെ ചെറുതായിട്ട് എഴുതിയിരിക്കും. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പരിമിതമായി പോയത്? എലാബറേറ്റ് ആയിട്ട് എഴുതാമായിരുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു 7ാം കൂലി രാഷ്ട്രീയക്കാരന്റെ ജീവചരിത്രം എഴുതിയാലും ഒരു 350 പേജ് കാണും. നിങ്ങൾ DC ബുക്സിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പുസ്തകശാല ചെന്നിട്ട് ഒരു ജീവചരിത്രം എടുക്കുക. ഒരു ജീവചരിത്രം എടുത്താൽ അതിന് ഏറ്റവും കുറഞ്ഞത് ഒരു ഇത്രയും കനം കാണും. ഇതിലും ചെറിയ ജീവചരിത്രങ്ങളില്ല. ഒരുമാതിരി കൊള്ളാവുന്ന ഒരു ജീവചരിത്രമാണെങ്കിൽ അത്രയും കാണും. അപ്പൊ ഇത്രയും വലിയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം എഴുതിയിട്ട് ഈ മത്തായിയുടെ 28 അധ്യായമുള്ളൂ. എന്തുകൊണ്ട്? കർത്താവ് ഭയങ്കരനാളല്ലേ? നിങ്ങളെയൊക്കെ ചിന്തിക്കുക, ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്ത് 3.5 വർഷം യഹൂദ മതസാമ്രാജ്യത്തെയും റോമൻ ഭരണകൂടത്തെയും യവനായ തത്വസാമ്രാജ്യത്തെയും വിറപ്പിച്ച വ്യക്തിയാണ് അല്ലേ? അപ്പം ഗ്രേക്കോ റോമൻ ഹീബ്രു വേൾഡ് 3 ലോകത്തെയും പ്രകമ്പനം കൊള്ളിച്ചു. ഈ ക്രിസ്ത്യാനിറ്റി, ഏർലി ക്രിസ്ത്യാനിറ്റി. റോമിന്റെ നീതിന്യായ വ്യവസ്ഥയെയും യഹൂദന്റെ ധാർമ്മിക സംഹിതകളെയും ഗ്രീക്കിന്റെ തത്വചിന്ത അടിത്തറയെയും പിടിച്ചു കുലുക്കി ക്രിസ്ത്യാനിറ്റി. ആ ക്രിസ്ത്യാനിറ്റിയുടെ സ്ഥാപകനാണ് യേശു കർത്താവ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതുമ്പോൾ ഈ തൊലി പോലെ ഒരു സാധനമാണ് എഴുതി വെക്കുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, അന്നത്തെ കാലത്ത് എഴുത്തുവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്നു. വായിക്കാൻ അറിയാവുന്നവരിൽ 10% പോലും എഴുതാൻ അറിയില്ലായിരുന്നു. നിങ്ങൾ ഇന്നത്തെ രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട് കുഴപ്പം. എഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ടാസ്ക് ആയിരുന്നു. അപ്പൊ എഴുത്ത് അറിയാവുന്ന ആളുകളെ കൊണ്ട് വേണം എഴുതിക്കാൻ. അതുപോലെ ഇന്നത്തെ പോലെ പേപ്പറും പേനയും ഒന്നും അങ്ങനെ സുലഭമല്ല. അപ്പൊ എഴുത്ത് ഉപകരണങ്ങൾ വേണം, സ്കില്ല് വേണം. അപ്പൊ അതുകൊണ്ട് എഴുതുമ്പോ അക്ഷരം എണ്ണിയാണ് കൂലി. അതുകൊണ്ട് അക്ഷരങ്ങൾ പരിമിതപ്പെടുത്തി ചുരുക്കിയൊക്കെയാണ് എഴുതാൻ പറ്റുന്നത്. അതുപോലെ എഴുതി കിട്ടുന്ന സംഗതിക്ക് വലിയ വില കിട്ടുമായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അന്ന് ഒരു സാധാരണ എഴുത്തുകാരന് ഒരു വർഷം 10 ലക്ഷം രൂപ സമ്പാദിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ അത് പുതിയ നിയമ ഗ്രന്ഥങ്ങളാണ് പകർത്തി എഴുതുന്നതെങ്കിൽ അയാൾക്ക് 2 കോടി രൂപ വരെ സമ്പാദിക്കാൻ പറ്റുമായിരുന്നെന്നാണ് ആദ്യ നൂറ്റാണ്ട്. അതുകൊണ്ട് ഒത്തിരി വ്യാജ സുവിശേഷങ്ങളും വ്യാജ കഥകളും ഒക്കെ രംഗത്ത് വന്നിരുന്നു. കാരണം ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ഒരു സാധനം ഇറക്കിയാൽ അത് ചൂടപ്പം പോലെ വിൽക്കും, ഭയങ്കര വിലയ്ക്ക് വിൽക്കാം. ഇപ്പൊ ക്രിസ്തുവിനെ പറ്റി ഒരു സുവിശേഷം എഴുതുക, ആ സുവിശേഷം എഴുതി കഴിഞ്ഞാൽ വലിയ ധനികരായ ആളുകൾ അത് വലിയ വില കൊടുത്ത് മേടിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യാജ സുവിശേഷങ്ങളും വ്യാജ ലേഖനങ്ങളും എഴുതുന്ന അന്നത്തെ ഒരു പതിവായിരുന്നു. ഒത്തിരി ആളുകൾ ചോദിക്കും, എന്തിനാണ് സ്യൂഡോഗ്രഫി എന്ന് പറഞ്ഞാൽ വ്യാജരേഖ നിർമ്മാണം എന്തുകൊണ്ടുണ്ടായി? എന്തുകൊണ്ട്? ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു പുവർ കമ്മ്യൂണിറ്റി, ഒരു ചെറിയ ഒരു ക്രിസ്തീയ വിശ്വാസ സമൂഹം ആദിമ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നു. അവരുടെ മതഗ്രന്ഥത്തെ എന്തിന് വികലമാക്കി ഒരുപാട് രീതിയിലൊക്കെ ആളുകൾ, ഇതെന്തിനാ ഇത്രയും താല്പര്യം എന്ന് ചോദിച്ചാൽ, അവരിലൂടെ നടന്ന അത്ഭുതങ്ങൾ അൺയൂഷ്വൽ മിറക്കിൾസ് ആണ്.
അവര് ലിറ്ററലി റോമാ സാമ്രാജ്യത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരുന്നു, ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചുകൊണ്ടിരുന്നു, യവനായ തത്വചിന്തയുടെ അടിവേരർത്തോണ്ടിരുന്നു. യഹൂദന്റെ മതബോധം അതിന്റെ മുമ്പിൽ ഉരുകി ഒലിച്ചുപോയി. ഇത്രയും സംഗതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മതത്തിന്റെ സീക്രട്ട് എന്താണ്? അപ്പൊ ഇത് വായിച്ചറിയുവാൻ അന്നത്തെ ലോകത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. ധനികർക്ക്, പ്രഭുക്കന്മാർക്ക്, രാജാക്കന്മാർക്കൊക്കെ താല്പര്യമുണ്ടായിരുന്നു. പറയുന്ന വില കൊടുത്ത് പുസ്തകം മേടിക്കും. ഇന്നും ഈ പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ പെന്തക്കോസ്തിൽ നിന്ന് ചാടിയിരിക്കുന്ന കുറെ ചെറുപ്പക്കാര്, അവരും വായിച്ചറിയുവാനാണ് താല്പര്യപ്പെടുന്നത്. പക്ഷെ ഇത് വായിച്ചറിയാനല്ല. അപ്പൊ എന്നോട് ചോദിക്കുന്ന ആളുകളോട് ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളെ പറയാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? കാരണം ഫിലിപ്പോസ് പറഞ്ഞെന്താ, വന്ന് കാൺമീൻ. നമ്മൾ ഇരിക്കുന്നിടത്തിരുന്ന് ലേഖനങ്ങളിലൂടെയൊക്കെ വായിക്കാൻ നമുക്ക് താല്പര്യം, അല്ലെങ്കിൽ കത്തിലൂടെ, പുസ്തകത്തിലൂടെ എവിടെയുണ്ടോ ഒന്ന് കാണിച്ചു തരാവോ? അപ്പൊ വായിച്ചങ്ങ് മനസ്സിലാക്കാം. പക്ഷെ ഇത് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ള ഒരു സമ്പ്രദായമല്ല, മറിച്ച് അനുഭവിച്ച് അറിയുക. വന്ന് കാൺമീ. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായം 46-ാമത്തെ വാക്യം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 1:46 ഫിലിപ്പോസ് നഥാനയേലിനോട് പറയാണ്, വന്ന് കാൺമീൻ. ഇതാണ് ക്രിസ്ത്യൻ ചർച്ചിന്റെ ഇൻവിറ്റേഷൻ. പക്ഷെ അന്ന് ആളുകൾക്ക് അതിൽ താല്പര്യമില്ല. അങ്ങോട്ട് ചെന്ന് ആ കമ്മ്യൂണിറ്റി ചെന്ന് ചേർന്ന് നോ. അതുകൊണ്ട് പുസ്തകം മേടിക്കും. അങ്ങനെ വ്യാജരേഖക്കാർ ഒരുപാട് ഇറങ്ങി, അവർ ഒരുപാട് ഉപദേശങ്ങൾ എഴുതുകയും അവരുടെ ഭാവനയിൽ നിന്ന് കെട്ടുകഥകളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് പണം അവർ സമ്പാദിച്ചു. അങ്ങനെയാണ് ഈ വ്യാജ കഥകളൊക്കെ ഉണ്ടായത്. ഇതാണ് നിങ്ങൾ ഈ മനസ്സിലാക്കേണ്ട വ്യാജ സുവിശേഷം വന്നതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ ജീവചരിത്രത്തിന്റെ സൈസ് ഇത്രയേ ഉള്ളൂ. ഈ ചെറിയതാണ് എന്തുകൊണ്ടാ? പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ കുറെ ലേഖനങ്ങളാണ്. ലേഖനങ്ങൾ ലൂക്കോസ് സുവിശേഷം എഴുതിയത് എന്തിനാ? ലൂക്കോസ് സുവിശേഷം എഴുതിയത് തെയോഫിലോസിനാണ്. തെയോഫിലോസ് എന്ന് പറഞ്ഞ അന്ത്യോക്യയുടെ ഗവർണറായിരുന്നു. അദ്ദേഹത്തിന് എഴുതിയതാണ്. പിന്നെ രണ്ടാമത്തെ ഭാഗം യാത്രയ്ക്ക് പോയപ്പം ഗവർണർ നിങ്ങൾ പോകുന്ന വഴിക്ക് നടന്ന കാര്യങ്ങളും കൂടെ എന്നെ ഒന്ന് അറിയിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ലൂക്കോസിനെ സംബന്ധിച്ച് നമ്മുടെ സഭയിരിക്കുന്ന സ്ഥലം അന്ത്യോക്യ, അവിടുത്തെ ഗവർണറെ പിണക്കണ്ട എന്ന് വെച്ച് അവർ പോയ കാര്യങ്ങളും കുറച്ചൊക്കെ എഴുതി ഒന്ന് അയച്ചു. അതാണ് ഈ അപ്പോസ്തല പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം. അപ്പൊ ഈ തെയോഫിലോസ് എന്ന് പറഞ്ഞ അന്ത്യോക്യൻ ഗവർണർക്ക് എഴുതി അയച്ച ആ ഒരു ലഘുചരിത്രം, 2 ലഘു, ഇതൊന്നും അല്ല ക്രിസ്ത്യ വിശ്വാസത്തിന്റെ ആധാരം. ആ എഴുതിയവർ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനമായിട്ട്, ആധാരമായിട്ട്, അവലംബമായിട്ട്, മാർഗരേഖയായിട്ടൊന്നും എഴുതിയതല്ലിത്. അങ്ങനെ എഴുതാനുള്ള ആധികാരികതയോ അവകാശമോ ഔദ്ധത്യമോ അധികാരമോ ഒന്നും ലൂക്കോസിന് ഇല്ലാതാനും. കാരണം ലൂക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം പൗലൂസിന്റെ അനുഗാമിയായിട്ടുള്ള അദ്ദേഹം എഴുതിയത് ഈ തെയോഫിലോസിന് എഴുതിയതാണ്. അല്ലാതെ സൂര്യചന്ദ്രന്മാർ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ സഭയുടെ അടിസ്ഥാനമായിട്ടും സഭയുടെ അവലംബമായിട്ടും സഭയുടെ ആശ്രയമായിട്ടും സഭയുടെ ആധാരമായിട്ടും സഭയുടെ മാർഗരേഖയായിട്ടും ഒന്നും ചമച്ചൊന്നല്ല. അപ്പൊ ആ പർപ്പസ് ഓഫ് റൈറ്റിംഗ് അത് മനസ്സിലാകുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇത് എന്തിനാണ്. ഇപ്പൊ നമ്മൾ പറയാണ് ചുരുക്കമായിട്ട്, ഇപ്പൊ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി, അപ്പൊ അദ്ദേഹത്തെ പറ്റി ഒരു കാര്യം ചുരുക്കമായിട്ട് എഴുതി അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ റഫായിട്ടൊക്കെ എഴുതത്തുള്ളൂ. നമ്മൾ പോയിട്ട് ഇതെല്ലാം കൂടെ അന്വേഷിച്ച് വിപുലമായ ഒരു ജീവചരിത്രം എഴുതുകയല്ല. എ ബ്രീഫ് ബയോഗ്രഫി ഇൻ വെരി ബ്രീഫ് ഫോം. അപ്പൊ വളരെ ബ്രീഫായിട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ ഒരു സിനിമയുടെ കഥ പറയുമ്പം അതിന്റെ 1 ലൈൻ കഥ പറയുക, ചുരുക്കി പറയുക. ഇത് ചുരുക്കി പറയുകയാണ്.
അപ്പൊ അതാണ് ആ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സുവിശേഷത്തിൽ ഇല്ലാത്ത പല പാരമ്പര്യങ്ങളും സഭയിലുള്ളത്. അപ്പോഴാണ് ഇതിനെ അവിടെ കാണിക്കണമെന്നാണ് ശടിക്കുന്നത്. ഞാൻ പറഞ്ഞു ബോംബെ അമേരിക്കയുടെ മാപ്പിൽ കാണിച്ചു കൊടുക്കണം ഇപ്പൊ നമ്മൾ. അപ്പൊ ബോംബെ അമേരിക്കയുടെ മാപ്പിൽ ബോംബെ കാണിച്ചു കൊടുക്കുന്ന തിരക്കിലാണ് നമ്മുടെ ഓർത്തഡോക്സ് സഭയിലൊക്കെ പെട്ട പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ദർബാറിൽ കാണുന്ന കാഴ്ച പറഞ്ഞു, ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞു. ഇപ്പൊ അവിടെ വെയിറ്റ് ചെയ്യും, ഇപ്പൊ ഞാൻ അത് കാണിക്കാം, അത് ഇങ്ങനെ എടുക്കുക, എവിടെ കാണാൻ. അപ്പൊ ആദ്യം നിങ്ങൾ ഇത് എഴുതപ്പെട്ടതിന്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കണം, അതിലെ കണ്ടന്റ് എന്താണ്. പിന്നെയുള്ളത് ലേഖനങ്ങളാണ്. ഈ ലേഖനങ്ങൾ എന്താ? ഈ പൗലോസ് ശ്ലീഹ സ്ഥാപിച്ച ഒരുപാട് സഭകളുണ്ട്. അദ്ദേഹം പോയ വഴികളിലൊക്കെ സ്ഥാപിച്ച സഭകൾ. ആ സഭകളിൽ അവിടെയൊക്കെ 3 വർഷം 2 വർഷം, ഇപ്പൊ എഫേസോസിൽ 3 വർഷം താമസിച്ചു. അവിടെ ആളുകളെ പഠിപ്പിച്ചു. പിന്നെ അവിടുന്ന് പോന്നപ്പോ ആ പഠിപ്പിച്ച കാര്യങ്ങളിൽ ഒരു കറക്ഷൻ ലെറ്റർ, അതായത് അവർക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ട ചില കാര്യങ്ങളിൽ ഒരു ലെറ്റർ. കൊരിന്തിലെ സഭയില് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. കൊരിന്തിലെ സഭയില് ദുർനടപ്പുണ്ടായിരുന്നു. കൊരിന്തിലെ സഭയിൽ ചില ആളുകൾ കന്യകമാരെ കല്യാണം കഴിക്കണമോ വേണ്ടയോ എന്നുള്ള സംശയത്തിൽ ഇരിപ്പുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറെ വിഷയങ്ങൾ അവർ അപ്പോസ്തലൻ എഴുതി ചോദിച്ചു. അപ്പൊ അതിന്റെ എല്ലാം കൂടെ ഒരു മറുപടി കത്ത് അപ്പോസ്തലനായ പൗലൂസ് അവർക്ക് അയച്ചു. നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തെന്നാൽ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അപ്പോസ്തലനായ പൗലൂസ് കൊരിന്തിലെ സഭയ്ക്ക് അയച്ച മറുപടി കത്താണത്. അതിലെവിടെയാ ദൈവശാസ്ത്രമുള്ളത്? നിങ്ങളിൽ ഒരുവൻ അപ്പന്റെ ഭാര്യയോട് കൂടെ പാർക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇതാണോ തിയോളജി? ഇതാണോ ദൈവശാസ്ത്രം? ഇതാണോ സഭയുടെ ആധാരം? ഇതാണോ സഭയുടെ അടിസ്ഥാനം? ഇതാണോ സഭയുടെ മാർഗരേഖ? അപ്പൊ എവിടെയാണ് ഈ ബൈബിളിൽ, ഈ പുതിയ നിയമത്തിൽ എവിടെയാണ് തിയോളജി ഉള്ളത്? പുതിയ നിയമത്തിൽ അങ്ങനെ തിയോളജി ഇല്ല. നിങ്ങൾ ആദ്യം ഓരോരോ വിഷയങ്ങളിൽ എഴുതിയിരിക്കുന്നതാണ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷമാണ് തിയോളജിക്കലി എഴുതപ്പെട്ട സുവിശേഷം. മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ 3 സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, കാരണം അത് ലേറ്റർ പോയിന്റിൽ അന്ത്യോക്യൻ പാത്രിക്കീസ് ആയിരുന്ന ഇഗ്നേഷ്യസ് ന്യൂറോനെ ആവശ്യപ്പെട്ട അനുസരിച്ചാണ് യോഹന്നാൻ ശ്ലീഹ അത് എഴുതുന്നത്. അപ്പൊ ആ ആവശ്യം എന്തായിരുന്നു? അന്നത്തെ നോസ്റ്റിക് വിഭാഗക്കാരെയും ഡോസറ്റിക് വിഭാഗക്കാരുടെ ഒക്കെ അന്യായമായ കടന്നാക്രമണം നിമിത്തമാണ് ഒരു വിശദീകരണമായിട്ട് ഈ സുവിശേഷം ഒന്ന് എഴുതാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ എഴുതുക. അപ്പൊ അതുകൊണ്ട് മറ്റു സുവിശേഷങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ദൈവശാസ്ത്ര പ്രതിബദ്ധത ആ സുവിശേഷത്തിന്റെ രചനയെ നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണതയുള്ള ദൈവശാസ്ത്രമല്ല. ദൈവശാസ്ത്രം പിന്നീടാണ് രൂപപ്പെടുന്നത്, ഈ സഭയിലാണ് രൂപപ്പെടുന്നത്, അല്ല ബൈബിളിലല്ല. അപ്പൊ പുതിയ നിയമ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടത് എന്തിനാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ പരിമിതി മനസ്സിലാക്കണം. ആ പരിമിതി മനസ്സിലാക്കിയിട്ട് വേണം അതിനെ ഉപയോഗിക്കാൻ. അല്ലാതെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് എന്നുള്ള ഒരു അസംഷൻ, ആ അസംഷനിലാണ് ഇത് വായിച്ചിട്ട് ഇതിനകത്ത് കാണും എന്ന് പറഞ്ഞിങ്ങനെ തപ്പുക. കർത്താവായ യേശു ക്രിസ്തു ഞാൻ എൻ്റെ ബൈബിളിനെ രചിക്കും, പാതാള ശക്തികൾക്ക് അതിനെ തിരുത്തുക സാധ്യമല്ല, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. യേശു കർത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പൊ കർത്താവ് വാഗ്ദാനം ചെയ്തത് പുസ്തകമല്ല, സഭയാണ്. കർത്താവ് അധികാരം നൽകിയത് പുസ്തകത്തിനല്ല, സഭയ്ക്കാണ്. അപ്പൊ സഭയ്ക്കും ദൈവത്തിനും മുകളിൽ ബൈബിളിനെ സ്ഥാപിച്ചിരിക്കുകയാണ്. സഭയ്ക്കും ദൈവത്തിനും ഒക്കെ മുകളിലാണ് ബൈബിളിന്റെ സ്ഥാനം. പിന്നെ ആ ബൈബിൾ നോക്കിയാൽ ആ ബൈബിളാണ് നമ്മെ നയിക്കുന്നത്. ബൈബിളിലുണ്ടോ? ബൈബിളാണ് നയിക്കേണ്ടോ? അതല്ല ക്രിസ്ത്യാനിറ്റിയുടെ രീതി, അതല്ല ക്രിസ്ത്യൻ ചർച്ച്. ഇത് നിങ്ങൾ ഫണ്ടമെന്റൽ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ പഴയ നിയമത്തിലെ പൗരോഹിത്യത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ പഴയ നിയമത്തിൽ പൗരോഹിത്യം ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ വന്നപ്പം പൗരോഹിത്യം ഇല്ല. ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? കർത്താവായ യേശു ക്രിസ്തു
പറഞ്ഞോ, ഞാൻ പൗരോഹിത്യത്തെ റദ്ദു ചെയ്യുന്നു. ഇങ്ങനൊരു വാക്യം നിങ്ങൾക്ക് കാണിക്കോ? ഊഹങ്ങളാണ്. ഇനി മുതൽ പൗരോഹിത്യത്തിന്റെ ആവശ്യമില്ല കർത്താവ് പറഞ്ഞോ? എവിടെയെങ്കിലും പറഞ്ഞോ? അത് നിങ്ങൾ ആദ്യം പറ. അങ്ങനെ വാക്യമുണ്ടോ? അപ്പൊ പഴയ നിയമത്തിലെ പെസഹയെ വിശുദ്ധ കുർബാനയാക്കി, പഴയ നിയമത്തിലെ പരിച്ഛേദനയെ മാമോദിസയാക്കി. അപ്പൊ അതിന് കൂടുതൽ അർത്ഥവിപുലീകരണം, വ്യാപ്തി കൊണ്ടുവരിക. പഴയ നിയമത്തിൽ ആൺകുട്ടികൾക്ക് മാത്രമായിരുന്നു പരിച്ഛേദന. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോ മാമോദിസയായി. അപ്പൊ അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ബാധകമായി. പഴയ നിയമത്തിൽ ഫിസിക്കലി ചെയ്താൽ മാത്രമായിരുന്നു വ്യഭിചാരം. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോ നോക്കിയാൽ, ചിന്തിച്ചാൽ അത് വ്യഭിചാരമായി. പഴയ നിയമത്തിൽ കൊന്നാൽ മാത്രമായിരുന്നു കൊലപാതകം, ഫിസിക്കൽ ആക്ട് ആയിരുന്നു. പുതിയ നിയമത്തിൽ വന്നപ്പോൾ പകയ്ക്കുന്നത് പോലും കൊലപാതകമായി. പഴയ നിയമത്തിൽ മോഷ്ടിച്ചാലായിരുന്നു അത് മോഷണം, പുതിയ നിയമത്തിൽ മോഹിച്ചാലും മോഷണമായി. അപ്പൊ പഴയ നിയമത്തിനേക്കാൾ, അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ, കൂടുതൽ അർത്ഥത്തിൽ, കൂടുതൽ ആശയ വിപുലീകരണത്തിൽ ഈ കാര്യങ്ങളെ ഗ്രഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ പുതിയത് വന്നപ്പോൾ ഉണ്ടായ വ്യത്യാസം. ഇത് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഈ ബഹളങ്ങൾ ഉണ്ടാക്കുന്നത്. തിരുവെഴുത്ത് എന്തു പറയുന്നു, ആ തിരുവെഴുത്തിനെ യഥാർത്ഥത്തിൽ നമ്മൾ ഗ്രഹിച്ചു മനസ്സിലാക്കുക. അല്ല, നമ്മളിതൊരു വികലമായിട്ട് ധരിക്കുന്നതാണ് നമുക്കുണ്ടാകുന്ന പ്രശ്നം. വികലമായിട്ടല്ല ഇതിനെ ഗ്രഹിക്കേണ്ടത്. അതിനെ റൈറ്റ്ലി, ശരിയായ വിധത്തിൽ, റൈറ്റ്ലി ഡിവൈഡ് ദ സ്ക്രിപ്ചർ, കൃത്യമായിട്ട് നമ്മൾ ഗ്രഹിച്ച് അറിയുക. അപ്പൊ ഇതിലാണ് നമുക്ക് വരുന്ന ഒരു പരാജയം വരുന്നത്. യേശയ്യാ പ്രവചനം 51-ാം അധ്യായം, കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച വാക്യം, നിങ്ങളെ വെട്ടി, യേശയ്യാ 51:2, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. അപ്പൊ നമ്മളെ വെട്ടിയെടുത്ത പാറയിലേക്ക് തിരിഞ്ഞു നോക്കുക. ഏത് പാറയിൽ നിന്നാണ് വെട്ടിയെടുത്തത്? നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്ക് തിരിഞ്ഞു നോക്കുവീൻ. പിന്നെ പറയാണ്, നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്ക്. വിശ്വാസികളുടെ പിതാവ് ആരാണ്? വിശ്വാസികളുടെ പിതാവ് ആരാണ്? നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഈ പഴയ നിയമവുമായിട്ട് നമുക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ നിരാകരിച്ച് കളയുന്നവരുണ്ട്. ഈ പുതിയ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ എന്തോ ഒരു കൊടംപുളിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്, പഴയതുമായിട്ടൊന്നും നമുക്കൊരു ബന്ധവുമില്ല. അപ്പൊ പറയാ പഴയതുമായിട്ട് ഒരു ബന്ധമില്ല, ഞാനും എഗ്രി ചെയ്യാം. പക്ഷെ വിശ്വാസികളുടെ പിതാവ് ആരാ? പുതിയ നിയമ ഭാഷ്യം അനുസരിച്ച് വിശ്വാസികളുടെ പിതാവ് ആരാ? യോഹന്നാൻ ശ്ലീഹയാണോ? വിശ്വാസികളുടെ പിതാവ് യോഹന്നാൻ ശ്ലീഹയാണോ? വിശ്വാസികളുടെ പിതാവ് അബ്രഹാമാണ്. നാട്ടുഭാഷ പറഞ്ഞ നിന്റെയൊക്കെ തന്ത അബ്രഹാമാണ്, അല്ലെ? അങ്ങനെയല്ലേ അതിന്റെ അർത്ഥം? നിങ്ങളെ എന്ത് ചെയ്യാണ്? നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്ക് തിരിഞ്ഞു നോക്കുവീൻ. നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്ക് തിരിഞ്ഞു നോക്കുവീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്ക് തിരിഞ്ഞു നോക്കുവീൻ. നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്ക് കുനിഞ്ഞു നോക്കുവീൻ. ഈ പാറ വെട്ടിയെടുക്കുന്ന ഇന്നത്തെ കാലമല്ല. അന്നിങ്ങനെ ഈ പാറയിൽ ഇങ്ങനെ ഈ വിടവുണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ഈ ഒലിവിന്റെ കൊമ്പുകൾ അടിച്ചിറക്കും. ഒലിവിന്റെ കൊമ്പുകൾ അടിച്ചിറക്കിയിട്ട് ആ വെള്ളം ഒഴിച്ച് നനയ്ക്കും. വെള്ളം ഒഴിച്ച് നനച്ചു കഴിയുമ്പോൾ ഈ ഒലിവിന്റെ കൊമ്പ് ഇങ്ങനെ വികസിച്ച് വന്നിട്ട് ഈ പാറയെ ഇളക്കും.
അങ്ങനെയായിരുന്നു പഴയ കാലത്ത് ഈ പാറ ഇളക്കുന്നത്. ഈ പാറ ഇളകി കഴിയുമ്പം ഈ റെയിൽ ട്രാക്ക് പോലെ ഇങ്ങനെ ട്രാക്ക് ഉണ്ടാക്കി വെച്ച് ആ ട്രാക്ക് വഴി പാറ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് വരും. അപ്പൊ നമ്മളെ വലിയ ഈ ഒരു പാറയിൽ നിന്ന് ഈ മുറിച്ചെടുത്ത് ഇങ്ങനെ ഉരുട്ടി കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവരും. അങ്ങനെ ദൈവാലയം പണിയുന്നു. കല്ലുകൾ നിങ്ങളെ വെട്ടിയെടുത്ത ഒരു കല്ലാണ്. പത്രോസ് ലേഖനം എഴുതുക പറയാണ്, 1 പത്രോസ് 2-ാമത്തെ അധ്യായം, നിങ്ങളും 1 പത്രോസ് 2:5 നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തിരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. കണ്ടോ? ഇപ്പൊ വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് നമ്മൾ എന്തായി മാറുന്നു? നമ്മൾ ഒരുമിച്ച് നമ്മളൊരു ആത്മീക ഗൃഹമായി, സ്പിരിച്വൽ ഹൗസായി മാറുന്നു. അപ്പൊ നമ്മളെ ഉപമിച്ചിരിക്കുന്നത് ഒരു കല്ലിനോടാണ്. നമ്മളെ ഉപമിച്ചിരിക്കുന്ന ഒരു കല്ലിനോടാണ്. ആ കല്ലിനോട് ഈ പ്രവാചകൻ പറയുകയാണ്, നിങ്ങളെ വെട്ടിയെടുത്ത ഒരു പാറയുണ്ട്, ആ പാറയിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കണം. അതേതാണ്? ജൂവിഷ് റൂട്ട്സ് ആണ്, ഹെബ്രായിക് റൂട്ട്സ് ആണ്. നിങ്ങൾ അവിടേക്ക് തിരിഞ്ഞു നോക്കണം, അബ്രഹാമിങ്കിലേക്ക് നോക്കണം. അബ്രഹാമിങ്കിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന എന്നതാ? അബ്രഹാം മൽക്കിസദേക്കിന്റെ കയ്യിൽ നിന്ന് അപ്പവീഞ്ഞുകളെ സ്വീകരിക്കുകയാണ്, അല്ലെ? കാളയുടെ കുറവും കോലാട്ടുകൊറ്റന്റെ രക്തവും അല്ലെങ്കിൽ ആടിന്റെ മേധസ്സും വപയും ഇതൊക്കെ കൈകാര്യം ചെയ്ത മോശിക ന്യായപ്രമാണത്തിലെ ഒരു പുരോഹിതന്റെ അടുക്കലേക്കോ മോശയുടെ അടുക്കലേക്കോ അല്ല തിരിഞ്ഞു നോക്കാൻ പറയുന്നത്. തിരിഞ്ഞു നോക്കാൻ പറയുന്നത് അപ്പവീഞ്ഞുകളെ ആഘോഷിച്ച മൽക്കിസദേക്ക് എന്ന ദൈവപുത്രന് തുല്യനായ പുരോഹിതന്റെ കയ്യിൽ നിന്ന് അപ്പവീഞ്ഞുകളെ സ്വീകരിച്ച എബ്രഹാമിനെ നോക്കാനാ പറയുന്നത്. വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. ഈ ഭൂമിയിൽ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ചത് അബ്രഹാമാണ്. അതുകൊണ്ട് അബ്രഹാം വിശ്വാസികളുടെ പിതാവായിട്ടിരിക്കുന്നു. അബേലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയതും. അപ്പൊ അബ്രഹാമാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചത്. നമ്മളിങ്ങനെ ഓർക്കും വിശുദ്ധ കുർബാന ആദ്യം സ്വീകരിച്ചത് പത്രോസ് അപ്പോസ്തലനായിരിക്കും. പക്ഷെ വിശ്വാസികളുടെ പിതാവ് അബ്രഹാമാണ്. അപ്പൊ ഈ മൽക്കിസദേക്ക് ദൈവപുത്രന് തുല്യനായി എന്നേക്കും മഹാപുരോഹിതനാണ്. അപ്പൊ ദൈവപുത്രന് തുല്യനായിട്ട് മഹാപുരോഹിതനായിട്ടിരിക്കണമെങ്കിൽ ദൈവപുത്രന് തുല്യനായിട്ട് ആര് മാത്രമേ ഉള്ളൂ? ദൈവപുത്രൻ മാത്രമേ ഉള്ളൂ. ആ ദൈവപുത്രന് തുല്യനെന്ന് വിവക്ഷിക്കപ്പെടുന്ന ആ മഹാപുരോഹിതന്റെ കയ്യിൽ നിന്നും അപ്പവീഞ്ഞുകളെ അബ്രഹാം സ്വീകരിച്ചു. ആ അബ്രഹാമിനെ നോക്കാനാണ്, ആ അബ്രഹാമിനെ തിരിഞ്ഞു നോക്കുക. അതാണ് നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. അവിടെ നിൽക്കുന്നു. നമ്മൾ എവിടെയാ നോക്കുന്നത്? നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ.
അപ്പൊ നമ്മളെ വെട്ടിയെടുത്ത പാറയിലേക്ക് നമ്മൾ ജീവനുള്ള കല്ലുകളായിട്ട്, ജീവനുള്ള കല്ലുകളായിട്ട് ഒരാത്മീക ഗൃഹമായി തീരുകയാണ്. എന്തിനാണ്? ഒരു യാഗമർപ്പിക്കുവാൻ. എന്തിനാണ്? പുരോഹിത വർഗമാകുവാൻ. അപ്പൊ പെട്ടെന്ന് തന്നെ അടുത്ത ദുർവ്യാഖ്യാനം വരും, നമ്മൾ പുരോഹിത വർഗമാണല്ലോ, നമ്മളെല്ലാം കൂടെ പുരോഹിത വർഗമാകുമ്പോൾ പിന്നെ എന്തിനാ വേറെ പുരോഹിതന്മാർ? അതല്ലേ ഞങ്ങൾ പറഞ്ഞത് പൗരോഹിത്യം ഇല്ലാന്ന്. കണ്ടോ പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ കണ്ടോ നമ്മൾ പുരോഹിത വർഗമാണെന്ന്. ഇവിടെയാണ് ഈ നമ്മൾ പറഞ്ഞത് വികലമായ ധാരണകൾ. ഇപ്പൊ ഈ പുരോഹിത വർഗമാകുക എന്ന് പറഞ്ഞാൽ പുറപ്പാട് പുസ്തകം 19 അധ്യായം 6 വാക്യം, പുറപ്പാട് പുസ്തകം 19 അധ്യായം 6 വാക്യം നിങ്ങൾ നോക്കണം. നിങ്ങൾ എനിക്ക് ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ, നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവുമാകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു. അപ്പൊ ഇസ്രായേൽ മക്കൾ ആരായിരുന്നു? രാജകീയ പുരോഹിത വർഗമായിരുന്നു. അപ്പൊ ഇസ്രായേലിന്റെ ടൈറ്റിൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ വിശേഷണമാണ് രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്ത ജനം, തിരഞ്ഞെടുക്കപ്പെട്ട ജാതി. ഇസ്രായേലിന്റെ ഈ 4 ടൈറ്റിലാണ് പത്രോസ്ലീഹ ഔദാര്യപൂർവ്വം നമുക്ക് നൽകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ജാതികളിൽ നിന്ന് വിളിക്കപ്പെട്ട നമ്മളോട് പറയുക, നിങ്ങൾ ആരാണ്? നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്ത ജനവും വിശുദ്ധ വംശവും ആകുന്നു. ഈ വാക്യം പെന്തക്കോസ്തുകാർ ഉദ്ധരിക്കുമ്പോഴേ ഇവിടെ നമ്മുടെ അപ്പോസ്തലിക സഭയിലുള്ള പലരും അങ്ങ് ചൂളുകയാണ്. എന്തോ കുഴപ്പം, അവരെല്ലാം കൂടെ ഇത് റൈറ്റ്ലി ഡിവൈഡ് സ്ക്രിപ്ചർ. എന്താണ് കൃത്യമർത്ഥം? എന്താ പത്രോസ്ലീഹ പറയുന്നത്? ഇസ്രായേലിന് ഓൾറെഡി ഉള്ള ടൈറ്റിലാണ്, അതിനെ ഷെയർ ചെയ്യാണ്. ഇസ്രായേലിനുള്ള 4 ടൈറ്റിൽ, ഇസ്രായേലിന്റെ 4 ടൈറ്റിലാണ്. അവരാരായിരുന്നു? അവർ ദൈവ റോയൽ പ്രീസ്റ്റ്ഹുഡ്, ദേ ബിലോങ് ടു ദാറ്റ്. നിങ്ങൾ ആരാണ്? യു ആർ എ ചോസൻ ജനറേഷൻ. ആരാ ചോസൻ ജനറേഷൻ? ഇസ്രായേൽ ഇസ് ദ ചോസൻ ജനറേഷൻ. ബട്ട് നൗ അപ്പോസ്തലനായ പത്രോസ് ആ ടൈറ്റിൽ നമുക്ക് വരികയാണ്. യു ആർ എ ചോസൻ ജനറേഷൻ. ഓൺ നേഷൻ. ഓൺ നേഷൻ എന്ന് പറഞ്ഞാൽ സ്വന്ത ജനം ആരാണ്? ഇസ്രായേലാണ്. അപ്പൊ ആ ടൈറ്റിൽ നമുക്ക് വരികയാണ്. ഹോളി നേഷൻ, വിശുദ്ധ വംശം. ഓൺ പീപ്പിൾ, സ്വന്തം ജനം. ഹോളി നേഷൻ, ഓൺ പീപ്പിൾ, ചോസൻ ജനറേഷൻ. അപ്പൊ ഇത് നമ്മൾ റോയൽ പ്രീസ്റ്റ്ഹുഡ് ആണെങ്കിലും ചോസൻ ജനറേഷൻ ആണെങ്കിലും ഓൺ പീപ്പിൾ ആണെങ്കിലും ഹോളി നേഷൻ ആണെങ്കിലും ഈ ടൈറ്റിൽ എല്ലാം ഇസ്രായേലിനുള്ള ടൈറ്റിലാണ്. അപ്പൊ ഇസ്രായേൽ അല്ലാതെ പുതിയൊരു സാധനം അല്ലിത്. ഇതാണ് പെന്തക്കോസ്ത് ദുർവ്യാഖ്യാനം. ഇതിനകത്താണ് കഴിഞ്ഞ നാളുകളിൽ മലങ്കരയിലെ സുറിയാനിക്കാർ വഞ്ചിക്കപ്പെട്ടത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് പഴയ നിയമ ഇസ്രായേലിന്റെ 4 ടൈറ്റിലാണ്. നമ്മൾ എവിടെയാണ്? നമ്മൾ അന്ധകാരത്തിലായിരുന്നു. യു വെയർ ഇൻ ഡാർക്ക്നെസ്. ഇപ്പോൾ എന്തിരിക്കുന്നു? അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടിരുന്നു. നമ്മൾ ആരായിരുന്നു? എഫേസോസ് സഭയ്ക്ക് പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ പറയാ, എഫീഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 11. എഫേസ് ലേഖനം 2:11 നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ബൈബിൾ ഉണ്ട് നോക്കുക. എഫേസ് 2:11. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൻ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന പേരുള്ള അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അപ്പൊ നമ്മളെ കുറിച്ച് പറയാൻ, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും
വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്നോർത്തുകൊള്ളുവീൻ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. എങ്ങോട്ട്? മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ, that time you were alienated from the commonwealth of Israel. അവിടെ എഴുതിയിരിക്കുക, you were alienated from the commonwealth of Israel, but now ഇപ്പോൾ through the blood of Jesus Christ ഇപ്പോൾ എന്ത് സംഭവിച്ചു? നിങ്ങൾ സമീപസ്ഥരായി തീർന്നു. എങ്ങോട്ടാ? ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതിരുന്ന നിങ്ങൾ, ആ സമയത്ത് നിങ്ങൾ ആരായിരുന്നു? നിങ്ങൾ ഹോളി നേഷൻ അല്ലായിരുന്നു. യു ആർ ഡാർക്ക്നെസ്. നിങ്ങൾ ഓൺ പീപ്പിൾ അല്ലായിരുന്നു. യു ആർ ജെന്റൈൽസ്. നിങ്ങൾ റോയൽ പ്രീസ്റ്റ്ഹുഡിലല്ലായിരുന്നു. യു ആർ അൺസർക്കംസൈസ്ഡ്. നിങ്ങൾ ചോസൻ ജനറേഷൻ അല്ലായിരുന്നു, ഹീത്തൻ ജനറേഷൻ ആയിരുന്നു. ബട്ട് നൗ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ഇസ്രായേലിനോട് സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. ഇതാ പൗലോസ് ശ്ലീഹ പറയുന്നത്. റോമാലേഖനം 11-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, കാട്ടൊലിവായ നിന്നെ നാട്ടൊലിവോട് ഒട്ടിച്ചു ചേർത്തു. എന്തിനാണ്? കാട്ടൊലിവായിരുന്ന നിന്നെ അവരുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ, വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. ആകയാൽ കാട്ടൊലിവായ നിന്നെ അവരുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. ഒലിവ് വൃക്ഷത്തിന്റെ ഫലപ്രദമായ വേരിന് നീ പങ്കാളിയായി തീർന്നു എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. ഒരു കൊമ്പിനെ, കാട്ടൊലിവിന്റെ കൊമ്പിനെ ഗ്രാഫ്റ്റ് ചെയ്യാണ് നാട്ടൊലിവിൽ. ഈ കാട്ടൊലിവിനെ നാട്ടൊലിവിലോട്ട് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴാണ് ആ കാട്ടൊലിവിന്റെ കൊമ്പ് എന്തായി മാറുകയാണ്? ഹോളി നേഷൻ ആയിട്ടും ചോസൻ ജനറേഷൻ ആയിട്ടും റോയൽ പ്രീസ്റ്റ് ആയിട്ടും ഓൺ പീപ്പിൾ ആയിട്ടും ഒക്കെ മാറുകയാണ്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം, ഇതെല്ലാമായി മാറുകയാണ്. എങ്ങനെയാണ്? ത്രൂ ഗ്രാഫ്റ്റിംഗ്. അങ്ങനെ ഗ്രാഫ്റ്റിങ്ങിലൂടെ നീ നാട്ടൊലിവിൽ വന്നു. നാട്ടൊലിവിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? നാട്ടൊലിവിന്റെ ഫലപ്രദമായ വേരിന്റെ പങ്കാളിത്തമാണ് നിനക്ക് കിട്ടുന്നത്. അങ്ങനെ കിട്ടുമ്പോൾ നീ അങ്ങ് പൂത്തുല്ലസിച്ച് അങ്ങ് ഞെളിഞ്ഞു നിന്ന് കഴിയുമ്പോഴേക്കും ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി, നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജാതി. നിക്കേ, നീ പ്രശംസിക്കരുത്. നീ പ്രശംസിക്കുന്നെങ്കിൽ നീ വേരിനെ അല്ല, വേർ നിന്നെ അത്ര ചുമക്കുന്നത്, വേർ നിന്നെ അത്ര വഹിക്കുന്നത്. ആകയാൽ പ്രശംസിക്കുന്നുവെങ്കിൽ വേരുകളിൽ പ്രശംസിക്കണം. ബോസ്റ്റ് ഇൻ ദ റൂട്ട്സ്. വേരുകളിൽ പ്രശംസിക്കണം. വേരുകളിലേക്ക് പോകണം, റൂട്ടിലേക്ക് പോകണം. നാം ദൈവസുതന്മാരാകാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരെ ഓർക്കേണം. കണ്ടോ? എന്തിനാണ് നമ്മൾ ഈ താതന്മാരെ ഓർക്കുന്നത്? എന്തിനാണ് നമ്മൾ ഈ കുർബാനകളിൽ അവരെ അനുസ്മരിക്കുന്നത്? എന്തിനാണ് നമ്മൾ ആ റൂട്ടിലേക്ക് പോകുന്നത്? തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു, നീ പ്രശംസിക്കുന്നെങ്കിൽ നീ വേരുകളിൽ വേണം പ്രശംസിക്കുവാൻ. നീ പ്രശംസിക്കുന്നെങ്കിൽ നീ വേരുകളിൽ വേണം പ്രശംസിക്കുവാൻ. വേരുകളിൽ പ്രശംസിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അപജയം. അതാണ് ഇവിടെ ഏശയ്യാ പ്രവാചകൻ പറയുന്നത്, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്ക് തിരിഞ്ഞു നോക്കുവീൻ. നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്ക് കുനിഞ്ഞു നോക്കുവീൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്ക് നോക്കുവീൻ.
നമ്മുടെ പാരമ്പര്യത്തിലേക്ക്, നമുക്കിത് വന്ന വഴിയിലേക്ക് നമ്മൾ ആരാണ്? നമ്മൾ വെറും കാട്ടൊലിവായിരുന്നു. കാട്ടൊലിവായിരുന്ന നമ്മെ നാട്ടൊലിവോടവൻ ഒട്ടിച്ചു. ഇങ്ങനെ പാട്, പക്ഷെ അർത്ഥം മനസ്സിലാകത്തില്ല. പെന്തക്കോസുകാർ പാടുന്ന ഒരു പാട്ടാ ഞാൻ പറഞ്ഞു. കാട്ടൊലിവായിരുന്നവനെ നാട്ടൊലിവോട് ഒട്ടിച്ചു, പിന്നെ അങ്ങ് ഗമയായി. പണ്ട് എൻ്റെ ഇച്ചാച്ചൻ പറയുമായിരുന്നു, എങ്ങാണ്ടൊരു സ്ഥലത്ത്, ആ സ്ഥലപ്പേര് ഞാൻ പറയുന്നില്ല, ആ നാട്ടുകാരെ അവമാനിക്കണ്ട, അവിടെ ചാത്തത്തിന് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ കാലത്ത് ചാത്തത്തിന് ഒരു ഭയങ്കര ഐഡിയ. അപ്പൊ ഇവര് ഇലയ്ക്ക് വേണ്ടി കടന്ന് കരയും. എന്റെ പോലും സാറേ ഒരു അല്ല വേറെ വാക്കൊക്കെ ഞാനൊന്നും പറയുന്നത്, ഒരിലതായ ഒരിലതാന്ന്. അപ്പൊ ഈ ഇല കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ഇല കിട്ടിക്കഴിഞ്ഞാൽ പോയി ഇരിക്കാം. അപ്പൊ ഇല കൊടുക്കുന്നവന്റെ അടുത്ത് ഭയങ്കര നിലവിളിയാ. ഇല കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇടുതമ്പ്രാ ചോറെന്നാ പറയുന്നത്. പിന്നെ അധികാരമായി, കാരണം ഇടറാ ചോറെന്നുള്ളൊരു ടോണ. ഇല കിട്ടുന്നവരെ നെഞ്ചത്തടിച്ച് ഇലയ്ക്ക് വേണ്ടി, ഇല കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് വന്ന് വെച്ച് ഇടറാ ചോറെന്ന്. അപ്പൊ നമ്മളെ ഒട്ടിച്ച് കഴിയുമ്പോൾ പിന്നെ അങ്ങ് ഞെളിയാണ്. സ്വതന്ത്ര ഫുൾ ഗോസ്പൽ അസംബ്ലിയുടെ പാസ്റ്റർ, സ്വതന്ത്ര സഭ, ഞാൻ സ്വർഗീയ വിരുന്നിന്റെ ദൈവസേനയിൽ നിൽക്കുന്ന അധ്യക്ഷൻ, ഞാൻ പിന്നെ അസംബ്ലീസ് ഗോഡിന്റെ ആചാര്യൻ, ചർച്ച് ഓഫ് ഗോഡിന്റെ സൂപ്രണ്ട്, ഞാൻ ഇന്ത്യ ഫുൾ ഗോസ്പൽ സ്വതന്ത്ര സഭയുടെ പാക്കിൽ ഡിവിഷന്റെ ഇങ്ങനെയൊക്കെ ഓരോന്നിരുന്ന് പറയുകയാണ്. വേരുകളെ ആദരിക്കാത്ത കൊമ്പുകളെ നിഷ്കരണം നീക്കിക്കളയും. കാരണം വേരുകളിൽ നിന്നാണ് ഫലദായകത്വത്തിന് ഊർജപ്രവാഹം ഉണ്ടാകുന്നത്. കാരണം വേരുകളുടെ പങ്കാളിത്തത്തിലാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത്. കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. അതുകൊണ്ട് ഇൻഡിപെൻഡന്റ് ചർച്ച് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന് യാതൊരു നിലനിൽപ്പില്ല. കാരണം ഇൻഡിപെൻഡന്റ് ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേരില്ലാത്ത ചർച്ച്. വേരില്ല, നോ വേര്, നോ റൂട്ട്. അല്ലെ? ഇൻഡിപെൻഡന്റ് അല്ലേ നിങ്ങളുടെ ചർച്ചൊക്കെ? ഇൻഡിപെൻഡന്റ് അല്ലേ? എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഒട്ടിച്ചു ചേർത്തു എന്ന് പറഞ്ഞാൽ ബന്ധമാണ്, ബന്ധാധിഷ്ഠിതമാണ്. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി എന്തല്ല? യാന്ത്രികമല്ല, കേവല വ്യാവഹാരികമല്ല, മറിച്ച് ബന്ധാധിഷ്ഠിതമാണ്. ബന്ധാധിഷ്ഠിതമാണ്. It's not just transactional or mechanical. It is relational. അപ്പൊ ബന്ധാധിഷ്ഠിതമായിട്ടാണ്. ഈ വേരിന്റെ പങ്കാളിത്തത്തിലൂടെ മാത്രമേ ഫലം പുറപ്പെടാൻ പറ്റത്തുള്ളൂ. ആ വേരിന്റെ പങ്കാളിത്തം ഈ ഒട്ടിക്കൽ പ്രക്രിയയിലൂടെയാണ്. ഒട്ടിക്കപ്പെട്ട കൊമ്പാണെങ്കിൽ പ്രശംസിക്കേണ്ടത് എവിടെയാണ്? വേരിലാണ് പ്രശംസിക്കേണ്ടത്. റൂട്ടിലേക്ക് പോകണം. റൂട്ടിൽ പോണം. ഇതൊരു ചങ്ങല പോലെയാണ്. ആ ചങ്ങലയിലൂടെ താതൻ ശ്ലോമോഗ മൂലം മേലിന ധന്യ മറിയാമിനു നൽക പേട്ടു തീപ്പൂണ്ടോൻ വായിൽ തിങ്ങും ശ്ലോമോ ചൊന്നാൻ നാഥൻ നിൻ കൂടെ തന്നുദയം നിന്നിൽ ശ്ലോമോ തന്നിബിയന്മാർക്കും ശ്ലോമോ തൻ ശ്ലീഹൻ മാർക്കും ശ്ലോമോ ശ്ലോമോ നാദങ്ങൾ കൂറേറും സഹദേന്മാർക്കും ശ്ലോമോ തന്മക്കൾ വസിക്കും പരിശുദ്ധ
സഭയ്ക്കും ശ്ലോമോ. നാം ദൈവസുതന്മാരാവാം ആയുഷ്കാലത്തിൽ ചൊല്ലി തന്നത്താദരയോർക്കേണം. നയവാന്മാർ പുണ്യപേട്ടോ ഒന്നീച്ചേകുമവർ കാശ്വാസം സ്വർഗേ പുത്രൻ ദൈവം. ഇപ്പം നാം ദൈവസുതന്മാരായിടുവാൻ ഇപ്പൊ നമ്മുടെ താതൻ ശ്ലോമോ ഗബ്രിയേൽ ദൂതന്മേലി നാം ധന്യ മറിയാമിന് നൽകപ്പെട്ടു, തീപൂണ്ടോർ വായിൽ തിങ്ങും. നമ്മൾ ആ പാട്ട് കേൾക്കാം. ദൂതൻ വന്നിട്ട് മറിയത്തിനോട് എന്ത് ചെയ്യാണ്? ദൂതറിയിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പഴയ നിയമ സമാഗമന കൂടാരത്തിൽ ദൈവത്തിന്റെ നിയമപ്പെട്ടകം ഇരിപ്പുണ്ട്. ആ നിയമപ്പെട്ടകത്തിന്റെ മുകളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഷെക്കൈന, ഗ്ലോറി ഓഫ് ഗോഡ്, ഗ്ലോറി വിൽ ഡിസെൻഡ് and hover above the ark. ഇസ്രായേൽ മക്കൾക്ക് കാണാൻ ഇതിങ്ങനെ വരുന്നത്. നോക്കിയാൽ കാണാൻ പറ്റാത്ത കൊടും തമസിനകത്താണ് ഈ മേഘം ഇറങ്ങി വരുന്നത്. ആ കൊടും തമസോടുകൂടെ ഈ മേഘത്തിനകത്ത് ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങി വരും. ഈ ഷക്കൈന എന്നാണ് പറയുന്നത്, ദൈവത്തിന്റെ ഷക്കൈന. നിങ്ങൾക്കറിയാവോ, യേശു ക്രിസ്തുവിന്റെ കാലത്ത് യെരുശലേം ദൈവാലയത്തിന്റെ അകത്ത് ആ പെട്ടകമില്ല. കാരണം യിരെമ്യാ പ്രവാചകന്റെ കാലത്ത് പെട്ടകം പോയി. അപ്പൊ പെട്ടകമില്ലാത്ത ഒരു ദൈവാലയമായിരുന്നു യേശു ക്രിസ്തുവിന്റെ കാലത്ത്. അതായത് ഫസ്റ്റ് സെഞ്ചുറി ടെമ്പിളിൽ പെട്ടകമില്ലായിരുന്നു. അപ്പോ ഗബ്രിയേൽ പറയുകയാണ്, ഷെക്കൈന വിൽ കം അപ്പോൺ യു. ദൈവാലയത്തിൽ ഇരിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ ഇത് പറയുന്നത്. യെരുശലേം ദൈവാലയത്തിലെ ഇരിക്കുകയാണ്. യെരുശലേം ദൈവാലയത്തിലെ ഒരു അന്തേവാസിയാണ്. ഇതാണ് സഭാപിതാക്കന്മാർ പരിശുദ്ധ അമ്മയെ പെട്ടകമാണ്, ദൈവത്തിന്റെ നിയമപ്പെട്ടകമാണെന്ന് പറയുന്നത്. എന്റെ ഏറ്റവും വലിയൊരു കാര്യം ഇത്. നമ്മൾ പാടുന്ന മന്നാ നിക്ഷേപിത ചെപ്പും അഹറോൻ താൻ കിളിർത്ത വടിയും അല്ലെ, അങ്ങനെ പാടുമ്പോൾ പറയുന്നത് ഈ പെട്ടകമാണ്. പക്ഷെ ഈ പെട്ടകമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യം നൽകുന്നത് ഗബ്രിയേൽ മാലാഖയാണ്. ഗബ്രിയേൽ മാലാഖ പറയുന്ന ആ പ്രയോഗം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ഓൾഡ് ടെസ്റ്റമെന്റിലെ ആർക്ക് ഓഫ് കവനന്റിന്റെ മുകളിൽ ഷെക്കൈന വരുന്നത് പോലെ, അതാ പറഞ്ഞത് ഹോളി സ്പിരിറ്റ്. പിന്നെ പറയണം, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പിന്നെ പറയാണ്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. എങ്ങനെയാണ്? ജസ്റ്റ് ലൈക്ക് ദ ഷെക്കൈന ഗ്ലോറി ഓൾഡ് ടെസ്റ്റമെന്റിൽ ആർക്ക് ഓഫ് കവനന്റിന്റെ മുകളിൽ വന്നത് എങ്ങനെയാ? നിഴലിട്ട് നിൽക്കുകയാണ്. അതുപോലെ ഇപ്പൊ റിയൽ ആർക്ക് ഓഫ് കവനന്റ് ആണ് മേരി. അതാണ് ഗബ്രിയേൽ മാലാഖ പറയുന്നത്. ആ സംഗതി ഇവിടെ ടൈം ടു ടൈം ഇവിടെ ഡിസെൻഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ കുറെ നാളായിട്ട് ആ സാധനം ഇവിടെ ഇല്ല. പക്ഷെ ഇപ്പോൾ നിന്റെ മേൽ ഇറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ, നൂറ്റാണ്ടുകളായി പിതാക്കന്മാർ, മഹാപുരോഹിതന്മാർ, ഇസ്രായേൽ ജനം തലമുറ തലമുറയായി കണ്ട് രോമാഞ്ചമണിഞ്ഞിരുന്ന ആ വലിയ കാഴ്ച, ആ വലിയ സംഭവം, ആ ഷെക്കൈന നിന്റെ മേൽ നിഴലിടാൻ പോവാ. Now you are the Ark of Covenant. ന്യൂ കവനന്റ് അല്ലെ, പുതിയ ഉടമ്പടി. ആ പുതിയ ഉടമ്പടിയുമായിട്ട് ആര് വരുന്നു? യേശു കർത്താവ് ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലാണ്. അപ്പൊ ഉടമ്പടി പേടകം യഥാർത്ഥത്തിൽ അമ്മയാണ്. അപ്പൊ പറയാണ്, ആ പരിശുദ്ധ, ആ അത്യുന്നതന്റെ ശക്തി
പവർ ഓഫ് ദ മോസ്റ്റ് ഹൈ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഓ ഗ്ലോറി! ഇങ്ങനല്ലേ നമുക്കൊരു സ്വപ്നം ഉണ്ടായി, നമുക്കൊരു ദർശനം ഉണ്ടായി, അപ്പോഴേ നമ്മളൊരു സഭ തുടങ്ങും. കൊച്ചമണി ഒരു മുറി വാടകയ്ക്ക് എടുത്തു, പൗലൂസൂട്ടി ഒരു ഡ്രം എടുത്തോടാ, അവറാച്ച ഒരു പായിഞ്ഞെടുത്തോ, സഭ തുടങ്ങിയ. പരിശുദ്ധ അമ്മ ചെയ്ത എന്താ? ഇത്രയും വലിയൊരു റെവലേഷൻ, ഇത്രയും വലിയൊരു അരുളപ്പാട് കിട്ടിക്കഴിഞ്ഞപ്പോ ദൂതൻ പറഞ്ഞു, മച്ചി എന്ന് വിളിക്കപ്പെട്ട ഏലിശബായിക്ക് ഇത് 6-ാം മാസം, 70 കിലോമീറ്റർ ഉണ്ട്. ഒറ്റ ഓട്ടം മറിയ മലനാട്ടിലോട്ട് പോവാ. ഹൈറേഞ്ചിലാ താമസിക്കുന്നേ. ഹൈറേഞ്ചിൽ കുട്ടിക്കാനവും കഴിഞ്ഞ് കയറണം. നമ്മളൊരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എലിശബ ഇപ്പൊ കുമിളിയിലാണെങ്കിൽ അണക്കരയാ താമസിക്കുന്നത്. പരിശുദ്ധ അമ്മ ഏകദേശം ഒരു പൊൻകുന്നത്ത് ആയിരിക്കും. അപ്പൊ അവിടെ നിന്ന് പോവാ ഹൈറേഞ്ചിലോട്ട്. എന്തിനാ? ബന്ധാധിഷ്ഠിതമാണ്. ഗോഡ്സ് വർക്ക് ഈസ് ഓൾവേസ് റിലേഷണൽ. അല്ലാതെ ഇത് ചുമ്മാ അങ്ങ് പൊട്ടിമുളയ്ക്കല്ല. അതാ ഞാൻ പറഞ്ഞു, ഈ വേരുകളിലാണ് പ്രശംസിക്കേണ്ടത്. നിന്നെ ഒട്ടിച്ചു ചേർക്കാണ്. ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ് അല്ല കേട്ടോ. ആരാ കമന്റ് അവിടെ ബഡ്ഡിങ് എന്നൊക്കെ എഴുതുന്നുണ്ട്? ബഡ്ഡിങ് നിന്നെ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നീ പ്രശംസിക്കേണ്ടത് എവിടെയാണ്? വേരുകളിൽ പ്രശംസിക്കണം, കൊമ്പുകളിലല്ല പ്രശംസിക്കേണ്ടത്. നീ യെരമ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ നിങ്ങൾ നോക്കുക. യെരമ്യാ പ്രവചനം 6-ാം അധ്യായം. പതിനാറാം വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പി. അപ്പം നിങ്ങൾ ക്രോസ് റോഡിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം? ഏൻഷ്യൻ പാത്തിനെ അന്വേഷിക്കണം, പഴയ വഴികൾ. ഇന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾ പലരും എന്നെ വിളിക്കാറുണ്ട്, ഗ്ലോറിയസ് ദർബാറിൽ വരാറുണ്ട്, സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ദ കൗൺസിൽ, ദ ബെസ്റ്റ് കൗൺസിൽ, ask for ancient paths. Which one is the most ancient path? ഏറ്റവും പൗരാണികമായ പാതയിൽ നടക്കുക, നിങ്ങൾക്ക് വിശ്രാമം ലഭിക്കും. അതാ യേശു കർത്താവ് പറഞ്ഞേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, നിങ്ങളുടെ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തും, വിശ്രമം ലഭിക്കും. ആ വിശ്രമം എവിടെ കിട്ടും? ഏൻഷ്യൻ പാത്തിൽ നടക്കുക, പൗരാണിക പാതകളിൽ നടക്കുക, ഏറ്റവും പുരാതനമായ വഴികളിലേക്ക് നിങ്ങൾ മടങ്ങുക, അതിൽ നടക്കുക, നിങ്ങളുടെ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തും. അപ്പോ ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ ബൈബിൾ ഗ്രഹിക്കേണ്ട വിധത്തിൽ ഗ്രഹിക്കുക, വായിക്കേണ്ട വിധത്തിൽ വായിക്കുക, വ്യാഖ്യാനിക്കേണ്ട വിധത്തിൽ വ്യാഖ്യാനിക്കുക. റൈറ്റ്ലി ഡിവൈഡ് ദ സ്ക്രിപ്ചർ. അതിൽ എന്തുണ്ടെന്ന് മനസ്സിലാക്കുക, അതിലുപരിയായിട്ട് എന്തില്ല എന്ന് മനസ്സിലാക്കുക. സഭയാണ് കർത്താവ് സ്ഥാപിച്ചത്. വാക്ക് ഇൻ ദ ഏൻഷ്യൻ പാത്ത്. So let us walk in the ancient paths. നമുക്ക് പുരാതന പാതകളിൽ നടക്കാം. നവീന പ്രവണതകളിൽ, നവീന മതങ്ങളിൽ, നവീന ആശയങ്ങളിൽ കുടുങ്ങിപ്പോകാതെ പുരാതന പാതകളിൽ നടക്കാം. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും തിരിഞ്ഞു നോക്കുക. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്ക് തിരിഞ്ഞു നോക്കുക. നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്ക് കുനിഞ്ഞു നോക്കുക. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്ക് നോക്കുക. നാം ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലത്തിൽ നമ്മളെ ചൊല്ലി പഠിപ്പിച്ച ആ താതന്മാരെ നമ്മൾ ഓർക്കുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. തന്മക്കൾ
വസിക്കും പരിശുദ്ധ സഭയ്ക്കും ശ്ലോമോ. നാം ദൈവസുതന്മാരാവാം ആയുഷ്കാലത്തിൽ ചൊല്ലി തന്നത്താദരയോർക്കേണം. നയവാന്മാർ പുണ്യപേട്ടോ ഒന്നീശേകുമവർക്കാശ്വാസം സ്വർഗേ പുത്രൻ ദൈവം.